പ്ലെയിൻ ടീഷർട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഈസി ആയിട്ട് എങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മളെ കയ്യിലുള്ള ഏത് ടെക്സ്റ്റൈൽസിൻ്റെ കവറായാലും കുഴപ്പമില്ല കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടാണുള്ളതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ കേട്ടോ. പിക്ചർ നമുക്ക് കയ്യിലുള്ള ഏത് പിക്ചർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ ടീഷർട്ട് ഫ്രണ്ട് ഓപ്പൺ ആണ്, പിന്നെ അത് ചെറുതും ആയതുകൊണ്ട് ഞാൻ ചെറിയ പിക്ചറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഗിറ്റാറിൻ്റെ പിക്ചറാണ്. വലിയ പിക്ചർ വേണമെങ്കിൽ വലിയത് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ വലിയ ഒരെണ്ണം ചെയ്തതും അത് വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ജസ്റ്റ് അത് നമ്മൾ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഏത് പിക്ചറാണെങ്കിലും അത് ട്രേസ് ചെയ്തെടുക്കുക, ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ്. ഞാനൊരു നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എൻ്റെ കുറച്ച് ഷാർപ്പായിട്ടുള്ള നൈഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കട്ട് ചെയ്തെടുക്കാം. ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു ബ്ലേഡിനേക്കാളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലത്തെ വല്ല നൈഫാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റോ ആണ് ഉപയോഗിക്കുന്നത്. ഫാബ്രിക് പെയിൻ്റ് ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ആക്രിലിക്കും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഉള്ളിലെ ഭാഗങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷേപ്പ് മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒറ്റ കട്ടിൽ തന്നെ പരിപാടി കഴിക്കാം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനത് ഉള്ളിലത്തെ ഭാഗങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒന്നും കൂടെ ഇങ്ങനെ ലൈനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിലുള്ള ആ ഭാഗങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ അങ്ങനെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒറ്റ കട്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ ഷേപ്പിൽ നമുക്ക് ജസ്റ്റ് ഷേപ്പായിട്ട് കിട്ടും. അതെങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് വെച്ചിട്ട് ടാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. ഇത് കട്ട് ചെയ്യണ ഒരു ടൈമിൻ്റെ ഇത് മാത്രമേ നമുക്ക് വരണുള്ളൂ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടീഷർട്ടിൻ്റെ ഉള്ളിൽ കട്ടിയുള്ള എന്തെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അത് പ്രിൻ്റ് അങ്ങോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡ് പിൻ ചെയ്ത് കൊടുത്തിട്ട് പിക്ചർ അതിൽ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അത് ഉണങ്ങി കിട്ടിയതിന് ശേഷം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അത്രേ ഉള്ളൂ. താങ്ക് യു.